Before you, before you, before you, before you, before you, before you, before you. ഹലോ സുമതിയെ ഇനി മാർക്കറ്റിൽ നിന്ന് 2 കിലോ മത്തി വാങ്ങിച്ചോട്ടോ. പൈസ ഒന്നും കൊടുക്കണ്ട, ഞാൻ ഞെട്ടിച്ചോളാം കേട്ടോ. എന്നാൽ ശരി, എന്നാലും വെച്ചോ, പൈസ തരുന്നോ. എടാ സൈക്കിൾ അവിടെ സൈഡാക്കി ഇങ്ങോട്ട് വേടാ, സൈക്കിൾ അവിടെ സ്റ്റാൻഡ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാടാ, എന്താ വിളിച്ചാളൊക്കെ വന്നൂടാ, ഇങ്ങോട്ട് വാ. ലൈറ്റ് ഉണ്ടോ വണ്ടിക്ക്? വണ്ടിക്ക് ലൈറ്റ് ഉണ്ടോ? ആദ്യം സാറേ പട്ടാപ്പകൽ ലൈറ്റ്. പട്ടാപ്പകൽ എന്തിനാ ലൈറ്റ് എന്നോ? പെട്ടെന്ന് അങ്ങാൻ ഇരുട്ടായിപ്പോ ഇനി എന്തൊക്കെടാ? ഞാൻ എവിടെ പോന്ന്? ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ പോവുക അല്ലേ? അതെ. ലൈസൻസ് ഉണ്ടോ വണ്ടിക്ക്? വണ്ടിക്കോ? പിന്നെ ഇതന്നെ ചോദിക്കുന്ന നിങ്ങളിൽ. സാർ സൈക്കിളിന് എന്തിനാ ലൈസൻസ്? സൈക്കിളിന്റെ ലൈസൻസ് എന്തിനാന്നോ? എടാ, ഇരുചക്ര വാഹനങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. അങ്ങനെയാണ് മറ്റേ മണ്ണുണ്ടാണ് അർബാനക്ക് ലൈസൻസ് വേണമെന്ന് അറിയില്ല നിങ്ങള്? ഞാൻ പറയും ചിലപ്പോ, ഞാൻ പോലീസുകാരനാ. ഞാനത് പറയൂ. നീ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞു? ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റൽ എന്താ? ഹോസ്പിറ്റലിന്റെ പെണ്ണുങ്ങൾ എന്തായാലും പെണ്ണുങ്ങൾക്ക് എന്തായാലും പെണ്ണുങ്ങള് ഇത് ഗോളോ? സാറോക്ക് പള്ളേന്ന്. ആരോട് ചോദിച്ചിട്ട്? ഓളിന്റെ കെട്ടിയോളല്ലേ, അത് ആരോട് ചോദിക്കണോ? ലൈസൻസ് ഉണ്ടോ? ഓക്കെന്തിനാ ഓളെ കാണാൻ പോകാൻ ലൈസൻസ്? എടാ ഒരു കാര്യം ചെയ്യ്, ലൈസൻസ് ഇല്ല വണ്ടിക്ക്, ലൈസൻസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പെറ്റിയടി. ഇല്ല സാറേ. ഇല്ലേ? പെറ്റിയടി. സാറ് അടുത്ത ബുധനാഴ്ച ഡേറ്റ് പ്രസവിച്ച ഞാൻ അറിയിക്കൂ. എടോ, എന്റെ ഓള് പെറ്റ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പെറ്റി അടക്കി, പൈസ അടക്കിന്ന്. പൈസ അടക്കാനാണ്? പൈസ അടക്കാനാണ്. അയ്യോ, കവറിൽ ഇതുള്ളൂ മോനെ, വേറല്ലേ? അതന്നുള്ളൂ സാറേ. എടാ 100 ഉറുപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. എന്റെ പെണ്ണുങ്ങളൊന്നുമില്ലെങ്കിൽ ആശുപത്രിയിൽ പ്രസവിക്കാൻ കിടക്കല്ലേ, അന്നേരം 100 രൂപയായിട്ടേക്ക് പോന്ന് കിടക്ക്. അതുള്ളൂ, ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ 500 പിങ്കിങ് കൂടെ തന്നേക്കി. എന്തിനാ? അല്ല, നിങ്ങൾക്ക് അത്ര വിഷമം ഉണ്ടെങ്കിലേ വല്ലാത്ത ആളെന്നട്ടങ്ങള്. എന്ത് വല്ലാത്ത ആളാന്ന്? എന്റെ ഓള് പ്രസവിച്ചെടുക്കുന്നത് ഞാൻ തരണോ പൈസ? ഓടാർന്ന് നായിക്കാട്ടോ. അല്ല കാലിലോളൂ നായിക്കാട്ടോ. ഒന്നും പറയണ്ടേ. ഇപ്പൊ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇല്ല, പോത്തിനെ വഴിയിൽ ആസ്പത്രിയിലാക്കി. ഇല്ല, അത് നമ്മളെ ഭസ്മാസുരന്റെ മോളെ കല്യാണത്തിന് പോയില്ലേ, റിസപ്ഷന്. അപ്പൊ ആ വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് കുറേ കലക്കി അങ്ങനെ കുടിച്ചില്ലേ, 3 ബക്കറ്റേറ്റം കുടിച്ചില്ലേ. ഞാൻ അപ്പോഴേ വിചാരിച്ചിങ്ങനെ അതിനെന്താ പറ്റുന്നുള്ളത്. വയറ്റ് നോക്ക്, നടക്കാൻ പറ്റണ്ട അതിന്. ഞാൻ എന്നിട്ട് വഴിയിൽ ഒരു മൃഗാസ്പത്രിയിൽ അവിടെ ആക്കിയിട്ട് ഇപ്പം ഞാൻ അങ്ങനെ നടന്നു വരിക. ഇല്ല കുഴപ്പമില്ല. ഞാൻ വിളിക്കാം, വന്ന കാര്യം നടക്കട്ടെ. ആദ്യം ഇവിടെ നിന്നൊരു മനുഷ്യനെയും കാണുന്നില്ല, നോക്കട്ടെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണ്ട കേട്ടോ, റോമിങ്ങാ. ശരി. എന്നാടാ എൻ്റെ കളി, രാവിലെ തന്നെ 100 ഉറുപ്പിയായിട്ട് പെണ്ണുങ്ങളെ ആശുപത്രിയിൽ പോകാനും. അല്ല പിന്നെ ആരാടോ? ആരാന്ന് മനസ്സിലായില്ല? മനസ്സിലായില്ല. ഇനി ആരാന്ന്? ഞാനാണ് യമൻ. യമൻ? എടാ, യമൻ വന്ന IS തീവ്രവാദിയല്ലടാ ഈ. IS തീവ്രവാദിയല്ല, അതിനേക്കാളും വലുതാ. അതിനെക്കാട്ടും വലുതോ? അപ്പൊ തീവ്രവാദിന്റെ തലവനല്ലേ? നിങ്ങൾക്ക് ഇത്രയും നേരമായിട്ട് മനസ്സിലായില്ല? മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാനാ സത്യം പറ. യമൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തത്. എന്നാ ശരിക്കുള്ള പേര് പറഞ്ഞുതരാം. കാലൻ. ഇത് കാലേ? ഏത് കാലൻ എന്ന് ചോദിക്കാൻ ആകെ ഒരു കാലനല്ലേ ഉള്ളൂ, ആളുകളെ കൊണ്ടുപോകുന്നൊരു കാലൻ. ആ കാലനാണ് ഞാൻ. അക്കല്ല, ഇനി വേഷം കെട്ടെടുക്കല്ലേ നമ്മളെടുത്തിട്ടോ. ഞാനൊരു പോലീസുകാരനെ ഒന്നുമില്ല, എനിക്ക് അത് മനസ്സിലാക്കി കേട്ടോ. പോട്ടെ, എന്റെ ID പ്രൂഫ് ഉണ്ടോ? എനിക്കറിയാം, ഇങ്ങനത്തെ എന്തെങ്കിലും മാസാവസാനം ആയിരിക്കും അല്ലേ? അല്ല, ഇവിടെ സാധാരണ വരുമ്പോ അങ്ങനെയാ, മാസാവസാനം വന്നാൽ നല്ല ചെക്കിങ്ങാ. എന്താ നോക്ക്, ഞാൻ തന്നെയാണോ നോക്ക്. കാലൻ പിന്നെ ഞാൻ ചൈനന്റെ ആന്ന് വിചാരിച്ചിട്ടാ കൊണ്ടാ? അല്ല, പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായില്ല. ഒന്നും ഇങ്ങോട്ടേക്ക് ഒരൊറ്റ മിനിറ്റ്. എന്താ ഇതെന്തിനാ എന്നെ സല്യൂട്ട് അടിക്കുന്നത്? അല്ല, ഇവിടെ ഒരുപാട് കാലന്മാർക്ക് സല്യൂട്ട് കൊടുക്കുന്നല്ലേ, ഒറിജിനൽ ഒന്ന് കിടക്കട്ടെ. എന്റെ അമ്മ, നിങ്ങൾ വല്ലാതെ സംഭവം കേട്ടോ, സത്യത്തിൽ ഞാൻ പേടിച്ചു നോക്കിട്ടോ. അല്ല, നിങ്ങളിപ്പോ എങ്ങനെയാ വന്നത്? ഞാൻ എന്റെ വെഹിക്കിളില് 204 4 ലൈസൻസ് ഉണ്ടോ? എന്തിന്? ഇതിന് ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റോ? പോത്തിന്റെ മുകളിൽ നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ സീറ്റ് ബെൽറ്റ്?
പോത്തല്ലേ എന്റെ വാഹനം എന്താ നിലത്ത് തട്ടുന്നില്ലല്ലോ, ഞങ്ങളിങ്ങനെ എയറിൽ തുഴഞ്ഞു വരല്ലേ. അത് ശരി, അങ്ങനെയുള്ള വരവ്. അതുകൊണ്ട് അതിന് സീറ്റ് ബെൽറ്റ് ലൈസൻസ് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആവശ്യമല്ലല്ലേ? ഏയ് അല്ല, ഇങ്ങക്ക് അവിടെ വിമാനത്തിലൊക്കെ വന്നൂടെ ഇങ്ങോട്ട്? വിമാനത്തിനൊക്കെ എഴുതി കൊടുത്തിട്ട് കുറെ കാലായി. പക്ഷെ കിട്ടേണ്ടത് അവിടെ ആകെപ്പാടെ ഒരൊറ്റ വിമാനേ ഉള്ളൂ. അത് രാവണന്റെ കയ്യിലുള്ള പുഷ്പക വിമാന. ഞാൻ ചോദിക്കില്ല. ഞാനും മൂപ്പരും തമ്മിൽ അത്ര രസത്തിലല്ല. അതായത് എന്റത് എന്ന് പറഞ്ഞാൽ സ്വന്തം കൊട്ടാരാണല്ലോ. മൂപ്പര് പുറമ്പോക്ക് ഭൂമിയാ. ഒരു ചെറിയ 2.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെയാ വന്ന് നിക്കുക. ഇപ്പൊ ഇങ്ങനെ വന്നാടെ നിൽക്കൂ. 10 തലയുണ്ടല്ലോ, 3 എപ്പോഴും എന്റെ പറമ്പിലേക്കാ. അതും കറക്റ്റിന്റെ വീടിന്റെ കുളിമുറിന്റെ നേരെ. ആണ് പെണ്ണുങ്ങൾ കുളിക്കുമ്പോഴൊക്കെ ഉണ്ടാവും 3 തല ഇങ്ങനെ നിൽക്കുന്നത്. എന്തൊരു കഷ്ടാന്നറിയോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ചങ്ങായി എന്റെ ഉറക്കമല്ല തല എടുത്ത് കൊണ്ടുപോയിക്കോ, പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റില്ല. അത് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റല്ലേ? പെണ്ണുങ്ങളെ വിളിക്കാതെ നിങ്ങൾ എന്തിനാ ചൊറിയുന്നത്? അത് ശരി, ഇവളെ നോക്കി നിന്ന് എനിക്ക് കുളിക്കാൻ സമയം കിട്ടണ്ട. അങ്ങനെ ഒരു ഇടക്കാരാ. പിന്നെ വെറുതെ എത്ര നമ്മൾ പോയി ഇറക്കുന്നത് ശരിയില്ലല്ലോ. അത് മോശം. നമ്മളെ ഇത് വിട്ടിട്ട് നമ്മൾ കളിക്കരുത്. അല്ല, നിങ്ങളിപ്പോ വെറുതെ എന്നാന്നോ പ്രാവശ്യം? അല്ല, ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെ വരുന്നാണല്ലോ. അപ്പൊ ഇപ്രാവശ്യം എന്താന്ന് വെച്ചാലേ അവിടെ ഭയങ്കര ഒരു അവസ്ഥ ഞങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഞാനൊന്നും വിചാരിച്ചില്ല. അല്ല, അങ്ങനല്ല. നരകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാലേ വളരെ ദയനീയ. സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അയ്യോ, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. ചിത്രവുത്തനൊക്കെ ഇന്നത്തെ റിവ് വിളിച്ച് മടുത്തിക്കണ്. ശമ്പളം കൊടുക്കാൻ പറ്റണ്ടേ? അല്ല, അങ്ങനെയല്ല. അവിടെ അപ്പം എന്താ വെച്ചാല് ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ശമ്പളം ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പൈസ വേണമല്ലോ. പൈസ വേണം. അപ്പൊ ഞാനിപ്പോ അവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇവന്റോ? ബഫല്ലോ ഇവന്റ്സിന്റെ സ്വന്തം ഇവന്റ് അല്ലേ. കളിയില്ലല്ലേ? ഇല്ല, അവിടെ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, രംഭ, തിലോത്തമ, ഉർവശി, മേനക എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ ഡാൻസർ ഉണ്ടല്ലോ. തിലോത്തമ ഏറ്റവും ചെറുത്. അതിന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ മാസം. കംപ്ലീറ്റ് ഇവന്റ് ഞാനല്ലേ ചെയ്ത്. ഉദയഭാനുമാഷ ഗാനമേള മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഉണ്ട്. ടോപ്പ് പരിപാടി തന്നെ. പക്ഷെ എന്താണ്, കഴിഞ്ഞ ആഴ്ച ഡൈവേഴ്സ് ആയി പോയി പെണ്ണ്. അയ്യോ, അത് കഷ്ടമായി പോയി. എന്ത് കഷ്ടോ. സന്തോഷിക്കാനുള്ള വകുപ്പാ. അടുത്തൊരു കല്യാണം വരികയാണ്, ആ ഇവന്റ് ഉമ്മക്ക് തന്നെയാണല്ലോ കിട്ടുക. ബിസിനസ് സംഭവം തന്നെ. അപ്പൊ എന്താന്ന് വെച്ചാല് അവിടെ ഈ നരകത്തിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ടിക്കറ്റ് പരിപാടി നടത്തിയാൽ കുറച്ച് പൈസ ഉണ്ടാക്കാലോ. അങ്ങനെ സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു പരിപാടിന്റെ ആൾക്കാരെ തപ്പിട്ട് ഇറങ്ങിയത് അപ്രാവശ്യം. അതാണ്. അല്ല, പരിപാടിന്റെ ആൾക്കാരെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യാ. അപ്പൊ കൊന്നിട്ട് കൊണ്ടുപോകുക? കൊല്ലണ്ട ആവശ്യമില്ല. സാധാരണ കൊന്നിട്ടാണല്ലോ കൊണ്ടുപോവുക. ഇത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി. അതിപ്പോ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഉണ്ടാക്കുക, എന്റെ കൂടെ അങ്ങോട്ട് വരിക, പോത്തിന്റെ മുകളിൽ തന്നെ നമുക്ക് പോവാലോ. വരിക, പരിപാടി അവതരിപ്പിക്കാൻ തിരിച്ചു വരും. ഇവിടുന്ന് ഇപ്പൊ ഗൾഫിലൊക്കെ പോയി പരിപാടി ചെയ്യൂലേ, അത്ര സിമ്പിൾ പരിപാടി. ഇവിടെ നിന്ന് അവിടെ വരിക, പരിപാടി അവതരിപ്പിക്കുക, തിരിച്ചു പോരുക. നമുക്ക് നല്ല ഗാനമേള, ട്രൂപ്പ്, മിമിക്രി, അല്ലെങ്കിൽ ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ കിട്ടാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്. അവിടെ എന്താ അറിയോ, അവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ സിനിമാ നടന്മാരായിട്ടും മറ്റേ മൈക്കിൾ ജാക്സൺ ഒക്കെ ഉണ്ട്. പക്ഷെ മൈക്കിൾ ജാക്സൺ ഒന്നും ഇനിയാണ്ട് താങ്ങൂല. എല്ലാ റെസിഡൻസ് അസോസിയേഷനും പോയിട്ട് കുട്ടികളെ തന്നെ പഠിപ്പിച്ചു മടുക്കൂലത്. എത്ര കാലായി ചടച്ചു വയ്ക്കുന്ന അവിടെ. അപ്പൊ ആരെങ്കിലും നമുക്ക് ഒരു നല്ല പ്രോഗ്രാമിന് ആരാ കിട്ടുക? പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊന്നിട്ടല്ലോ കൊണ്ടു. അല്ലല്ലോ, കൊല്ലുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, മരണ സർട്ടിഫിക്കറ്റ് മാത്രം മതി. പിന്നെ അച്ഛനാളെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനങ്ങൾ അറിയോ? എനിക്കൊരു കാര്യം ചോദിച്ചാട്ട് അങ്ങനെയാ. അപ്പൊ പാട്ട് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു എന്താ വെച്ചാല് ഞാനൊരു പഴയ പാട്ടുകാരനാണ്. പഴയതൊന്നും വേണ്ടെന്നുള്ള തീരുമാനം. ഞങ്ങൾ കംപ്ലീറ്റ് പുതിയതാ പ്രാവശ്യം. അങ്ങനെ പ്ലാനിങ്. ഞാൻ പുതിയ പഠിക്കാം. വേണ്ട, അപ്പോഴത്തേക്ക് അവിടുത്തെ ഡേറ്റും കഴിഞ്ഞു. നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാ പറഞ്ഞാൽ മതി, അല്ലെ ഞാൻ തന്നെ തപ്പിക്കോളാം. വേണ്ട, ഞാൻ വിളിച്ചാൽ എന്റെ കമ്പനിക്കാരനുണ്ട്. എന്റെ കമ്പനി അല്ല, കുറച്ച് മൂത്ത ആള്. ആണോ? മൂപ്പര് അടിപൊളി നാടകം ഉണ്ടാവും. നാടകം ഉണ്ടോ? മൂപ്പര് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥലത്തിന് പറ്റിയ നാടകമൊക്കെ ഉണ്ടാവും. പുരാണപരമായ നാടകം. പുരാണ നാടകമാണ് നല്ലത്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പരലോകത്ത് നമ്മളെ അവിടെ എന്ന് പറഞ്ഞാൽ കാലന്റെ ഈ യമലോകാണല്ലോ. അപ്പൊ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ പഴയതിനോട് ഭയങ്കര ഒരു താല്പര്യം. അപ്പൊ പഴയ ഒരു നാടകം തന്നെ കിട്ടിയാൽ, പുരാണം കിട്ടിയാൽ ബെസ്റ്റായി. മൂപ്പര് ഞാൻ വിളിച്ചാ, മൂപ്പര് വിളിച്ചാൽ പെട്ടെന്ന് വരും. ഒരു പരിപാടി ഇല്ലാണ്ട് ഉത്തിരിക്കല്ലേ? അല്ല, അങ്ങനെയല്ല, പകലൊരു പരിപാടി ഉണ്ടാവില്ലല്ലോ. വിളിച്ചോട്ടെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു പരിപാടി ഇല്ലാത്ത ആളെയാണ് എനിക്ക് ഏൽപ്പിച്ചിരുന്നത്. ഹലോ ഹലോ, പരതട്ടേന്നല്ലാന്ന് പരതേട്ടാന്ന് വിളിച്ചതാ. ഇതാരാത്? ഇത് ഞാനാ. ഞാനെന്ന് പറഞ്ഞാറ് രാജീവോ? ആ, രാജീവ്. ഏത് രാജീവ്? പോലീസ് രാജീവോ? എന്താ പറഞ്ഞാ മനസ്സിലായത്? നായിക്കാട്ടൻ രാജീവ്. ആ, നായിക്കാട്ടൻ രാജീവനാ? എന്താ മോനെ? പിന്നെ നിങ്ങക്ക് പുറത്തേക്കൊരു പരിപാടി ഉണ്ട്. പുറത്തേക്കോ? സ്ഥിരമായിട്ട് കമ്മിറ്റിക്കാരൻ ഉള്ളിലിട്ട് പൂട്ടല. അന്ന് പുറത്താ പരിപാടി? അതല്ലാന്ന്, പുറത്തെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഗൾഫിലേക്ക് പോകുമ്പോ ഒരു സ്ഥലത്തേക്ക് പോകാണ്ട്. ഗൾഫിലേക്ക് പോകുമ്പോഴത്തെ ഒരു സ്ഥലോ? അതെവിടെയാണോ? അതെവിടെയൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാനിവിടെ ഉണ്ട്. എവിടെയുള്ളത്? ഞാനിവിടെ ബൈപ്പാസിലുണ്ട്. വൈഫ് ഹൗസിലോ? വൈഫ് ഹൗസിലല്ലാന്ന്, ബൈപ്പാസിൽ. ബൈപ്പാസിൽ എവിടെ? എവിടെയാ പറഞ്ഞു കൊടുക്ക.
ഞാൻ കള്ള് ഷാപ്പിന്റെ അടുത്തുണ്ട്. ഷാപ്പിനെടുത്താള് ആ എന്നാ ഞാൻ ഇപ്പൊ വരട്ടോ. ആ പെട്ടെന്ന് വാ. ഓ ഓ ഓ ആടൊന്ന് ഷാപ്പ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലായിരിക്കും മൂപ്പർക്ക്. അല്ല ആ എന്തേ ആള് വരുമല്ലോ അല്ലേ? മൂപ്പരിപ്പം വരുമെന്ന്. ആള് മിടുക്കനല്ലേ? മിടുക്കനാ. അല്ല വലിയൊരു പൈസ ഒന്നും ആവൂലല്ലോ അല്ലേ? പൈസ നിങ്ങൾ പറഞ്ഞ് റെഡിയാക്കിയാ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തട്ടിക്കാൻ ചെയ്യും. അല്ല ഇവർക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ഗൾഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ അച്ചാറ്, മറ്റേ ഉപ്പേരി, പപ്പടം ഇതൊക്കെ കൊടുത്തുവിടുമല്ലോ. അതുപോലെ വേണമെങ്കിൽ അതൊക്കെ വരെ മരിച്ചുപോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. ആ പോത്തിന്റെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ അപ്പൊ പിന്നെ പൈസ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലേ എന്റെ ഒരു 2 കിലോകളുണ്ടോ അങ്ങനെ വെച്ചാല്. ആർക്കുള്ള? അല്ല എന്റെ അമ്മച്ചന്റെ. അമ്മച്ചൻ എന്തുള്ള? അമ്മച്ചന് അവിടെ ഉണ്ട് കുറച്ച് കാലമായിട്ടാ. അമ്മച്ചൻ എന്താ ഏറ്റവും ഇഷ്ടം? അമ്മച്ചനോ? അമ്മച്ചന് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടാ. ആണോ? ജീവിച്ചിരിക്കുമ്പോ കൊടുത്തോടെ ഇരുന്നത്? അല്ല കൊടുക്കാൻ പറ്റിയില്ല എപ്പോഴെങ്കിലും. അതെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും കൊടുക്കാണ്ട കൊന്നതിന് ശേഷം ഇവിടുന്ന് കൊണ്ടുപോകുമോ നിന്നോട് ചോദിക്കാം അല്ലേ? ഞാൻ പാർസൽ സർവീസ് നടത്തുന്ന ആളല്ല. ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഒരു ചെറിയ സൗജന്യം ചെയ്ത് കൊടുക്കാനല്ലാണ്ട് ആളോട് വരുമോ? അല്ലേ ഇപ്പം വരും. യവനിക ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു. എന്തൊക്കെ? അല്ലതെന്താ നായ്ക്കൂർക്കനോ? നായ്ക്കൂർക്കനല്ലത്. കാലനാ കാലേ. കാലേ ഒറിജിനൽ കാലേ. ശരിക്കുള്ള കാല? ശരിക്കും ഞാൻ ID പ്രൂഫ് നോക്കിയില്ലേ. ആണോ? ഒറിജിനല്ല. ഒന്നും വിചാരിക്കരുത് കേട്ടോ, ആദ്യമായിട്ട് കാണുക. പറഞ്ഞു വരുന്നു പറഞ്ഞു. അപ്പൊ നമ്മളെ പരിപാടിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എനിക്ക് ഡ്യൂട്ടി അങ്ങ് അപ്പുറാന്ന് ജംഗ്ഷനിലാണ് പോവാന്ന്. എന്തായാലും ഞാൻ മുട്ടിച്ചെന്നല്ലേ. അതെ അതെ. അപ്പൊ മുട്ടിച്ചെന്ന സ്ഥിതിക്ക് നിങ്ങള് കമ്മീഷൻ എന്തെങ്കിലും? അയ്യോ മടിക്കണ്ട. എത്രയാ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അല്ല എന്നാലും പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോ. പകുതിയെങ്കിലും. പകുതി ആക്കണ്ട, മുഴുവനായിട്ട് തരാം. അല്ല വാ, ഒരു കമ്പനി അല്ല ഒരുമിച്ച് വാ. വരുന്നില്ലേ? എന്നോടാ കമ്മീഷൻ ചോദിക്കുന്നത്. നമസ്കാരം. അയാള് പറഞ്ഞു കാര്യങ്ങളൊക്കെ, ആ പോലീസുകാരൻ പറഞ്ഞു. അല്ലല്ല അത് വെറുതെ തമാശ. അപ്പൊ അവിടെ വന്നിട്ടേ നമ്മൾ അവിടെ കുറച്ച് നഷ്ടത്തിലാണ്. ഇപ്പൊ നരകം മൊത്തത്തിലൊരു നഷ്ടത്തിലാണ്. അപ്പൊ അവിടെ ഒരു ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങളടുത്ത് നല്ല പുരാണ നാടകം ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെ നാടകങ്ങളപ്പ ഉള്ളത്? ഒന്ന് കീചകോദം. ആഹാ മെല്ലെ നിങ്ങളെ കറക്റ്റ് ശബ്ദത്തിൽ പറ. ഒന്ന് കീചകവധം. ആ പിന്നെ ലങ്കാദഹനോ. ഈ കീചകവധങ്ങൾ ഇപ്പം എത്ര ഉറുപ്പ്യക്കപ്പോ ഒരു പ്രതിഫല തുക ഉണ്ടാവുമല്ലോ, എത്രക്കപ്പോ അവതരിപ്പിക്കല്? ഒരു 50,000 രൂപക്കാ കളിക്കുന്നത്. 50,000 രൂപക്ക് വലിയൊരു പൈസയല്ലേ? 50,000 രൂപ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാമല്ലോ. അതില്ലാത്തതുകൊണ്ടാണല്ലോ ഒരു ടിക്കറ്റ് പരിപാടി വെക്കേണ്ടി വന്നേ. 50,000 ഒന്നും പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. അല്ല നാടകത്ത് ഒരു 50 ആൾക്കാരുണ്ട്, ഓരൊക്കെ ഞാൻ പിരിച്ചു വിടണ്ടേ? അല്ല എന്നാലും ഞാനല്ലേ അവിടത്തെ ഒരു വലിയ രാജാവൊക്കെ ആയിട്ടുള്ള ഞാനല്ലേ നിങ്ങളോട് പറയുന്നത് ഒരു 25,000 രൂപ. 25,000 ഒന്നും നടക്കൂല. അല്ല ഒരു 25,000 നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങളല്ലേ ഇതിന്റെ എല്ലാരും ആളല്ലേ. 25,000 നടത്താം. പക്ഷെ കീചകങ്ങൾ കൊല്ലേണ്ടി വരും. ഞാൻ കൊല്ലാനോ? ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊല്ലാൻ പറ്റുമോ? ഞങ്ങൾ കൊണ്ടുപോയി പോറ്റിക്കോളി. അത് വേണ്ട. കീചകവധ അല്ലാതെ വേറെ ഏതാ നാടകങ്ങളില്? ലങ്കാദഹനുണ്ട്. ലങ്കാദഹനം പുരാണല്ലേ? പക്ഷെ കളിക്കല്ല. അയ്യോ അങ്ങനെ പറയരുത്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുക്കിംഗ് കിട്ടുന്നു. പൊന്നാര പണ്ടാരക്കാല അല്ല പൊന്നാര കാലത്ത് നടക്കും. അല്ല അങ്ങനല്ല, അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് അവതരിപ്പിക്കണം. എന്തായാലും വേണ്ടില്ല. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്റ്റേജ് ആയിരിക്കും അവിടെ. ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം അത്. എന്താ? പാലക്കാട് നെന്മാറ വില കേട്ടുണ്ടോ? നെന്മാറ വില കേട്ടിട്ടുണ്ടോന്നോ? കണ്ടിട്ടുണ്ട്. ഞങ്ങള് നരകത്തിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മനുഷ്യനിർമ്മിതമായ 2 സാധനങ്ങളെ കാണുള്ളൂ. ഒന്ന് ചൈനയിലെ വൻമതില്, പിന്നെ ഒന്ന് പാലക്കാട് നെന്മാറ വില വെടിക്കെട്ട്. അതെ വെടിക്കെട്ടുണ്ട് അവിടെ. അതെ 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 കാണാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വന്ന് ആ ദിവസം ഇങ്ങനെ വന്ന് ഇങ്ങനെ എത്തി നോക്കലുണ്ട്. ആണോ? എന്റെ നാടകം ലങ്കാദഹനം. അമ്മോ, ഞാനാണല്ലോ ഹനുമാൻ. പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ആകാര സൗഷ്ഠവോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ആയിരിക്കും, ഉറപ്പല്ലേ? അല്ല ഒരാഴ്ച മുമ്പ് കറക്റ്റ് ഞാൻ ഹനുമാന്റെ മാതിരി തന്നെ. ആണോ? മുണ്ടിനീര് വന്നിട്ടേ. അയ്യോ ഇപ്പൊ അടുത്തല്ലേ മാറിയത്. ഇപ്പോഴും വലിയ മാറ്റമില്ല. അപ്പോ ഞാൻ ഹനുമാനാണല്ലോ ഞാൻ പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ഞാൻ രാവണന്റെ ക്വാർട്ടേഴ്സ് മൊത്തം കത്തിക്കുന്ന സീന. രാവണന്റെ ക്വാർട്ടേഴ്സോ? അല്ല രാവണന്റെ കുടുംബശ്രീന്റെ ഓഫീസ്. കുടുംബശ്രീന്റെ ഓഫീസോ? അല്ല രാവണന്റെ ഫ്ലാറ്റ്. ഫ്ലാറ്റോ? ആ രാവണന് ഫ്ലാറ്റോ? ഫ്ലാറ്റ് ഇല്ലേ? രാവണന്റെ കോളനി ലങ്കാനഗരം. ക്ലൈമാക്സ് സീനാ. അപ്പൊ ഇത് കത്തിക്കുന്ന സീനാ.
അപ്പൊ ഞാൻ എന്റെ വാലിന് മുകളിൽ തീ കൊടുത്തിട്ട് ഈ നഗരം മൊത്തം കത്തിക്കുന്ന സീനാ. കത്തിക്കുക. അവസാനത്തെ സീനാണ്. അതെ അതെ. ക്ലൈമാക്സ് സീനാ. അപ്പൊ ഈ സ്റ്റേജ് മൊത്തം കത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ നഗരം ഈ നഗരം മൊത്തം കത്തിക്കൊണ്ട് നിൽക്കുന്ന സീനില് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എനിക്കുണ്ട്. അതെന്തിനാണ്? ഇത് തീ കിടണല്ലോ. തീ കിടണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 5 മിനിറ്റ് റെസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ സ്റ്റേജിന്റെ ബാക്കിലിരുന്നു. ഒരു സിഗരറ്റൊക്കെ വലിച്ചിരിക്കാന്ന് വെച്ചിരുന്നാ ഇരുന്ന് നോക്കിയതോ ഒരു അമുട്ടിന്റെ കുറ്റീന്റെ മുകളിൽ. അയ്യോ, എന്റെ വാലിന്റെ മുകളിലെ തീയാണ് കെട്ടിട്ടില്ല. ഇല്ല, ഇത് എന്നെ കൊണ്ട് ഒരൊറ്റ പോക്ക 6 തെങ്ങിന്റെ ഹൈറ്റിലാ. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു പച്ച, ഇവിടുന്ന് ഒരു മഞ്ഞ, ഇവിടുന്ന് ഒരു വെള്ള. ഈ വെളിച്ചത്തെ ഞാൻ ഇങ്ങനെ ഗതയും പിടിച്ചു എയറിലിങ്ങനെ താഴ്ത്തി നോക്കുമ്പോ എന്താ സ്ഥിതി അറിയാം. ആൾക്കാരെ കുറുമ്പിന്റെ അത്രേ ഉള്ളൂ. പോയി ജനങ്ങളൊക്കെ മരണ കയ്യട്ടി ഡിജിറ്റൽ നാടകം ഞാനാണെങ്കിൽ മരണ വെപ്രാളൂ. അന്ന് ആദ്യമായിട്ടാട്ടെ എന്റെ നാടകത്തിൽ ഇത്ര കയ്യടി കിട്ടുന്നത്. അയ്യോ, പിന്നെ ഞാനങ്ങനെ താഴ്ത്തെത്തിന്നോ. അതായത് ഈ അമിട്ടിങ്ങനെ പൊട്ടുന്ന സമയത്ത് മരുന്ന് ഇങ്ങനെ പൊട്ടുമ്പോ അതിന്ന് കൊട വിരിയല്ലോ. പാരച്ചൂട്ട്. ഇതിന്റെ കാലിനൊരു പിടുത്തം കിട്ടി, ഈ കൊടന്റെ കാലിന്. അന്നാണെങ്കിൽ ഒരു പണ്ടാരടങ്ങിയ ചുഴലിക്കാറ്റും ഈ കൊട ഞാനും പിടിച്ചത് 3-4 കറക്ക ഇങ്ങനെ കറങ്ങല്ലേ. നേരെ പോയി വീണതോ വിവേകാനന്ദ പാറന്റെ മുകളിൽ. അതും തല കുത്തനെ. അതോടുകൂടി മസ്തിഷ്കം ബുദ്ധി ഇതിങ്ങോട്ട് തിരിഞ്ഞുപോയില്ലേ. അപ്പൊ ബുദ്ധി ഇപ്പൊ പിറകിലാണ്. അന്ന് മുതലാണല്ലോ ചാർലി ചാപ്ലി വിളിച്ചതന്നെ ബാഹുബലിയായിട്ട് അഭിനയിക്കാൻ. അന്ന് ചാർലി ചാപ്ലി വിളിച്ചല്ലോ. ആണോ? എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ നിലവിൽ സ്ഥിരബുദ്ധി ഇല്ലാത്ത നിങ്ങളെയാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇതൊരു വല്ലാത്ത പണിയായി ഇപ്പൊ. ഇപ്പൊ നാടകം നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പായി. അല്ല, നാടകം ഇല്ലെങ്കിലും വേണ്ടില്ല, ഞാൻ ഏതായാലും ഇവിടെ വന്നതാണ്. എനിക്കാണെങ്കിലും ഒരു കലാപരിപാടി അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അവിടെ പൊരിഞ്ഞ പ്രശ്നം നടക്കുക. അല്ല, വേറെ നമുക്ക് ഈ നർത്തകരായിട്ട് ഉള്ള ആരെങ്കിലും കിട്ടും? ഒരു ഡാൻസ് പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എന്റെ ശിക്ഷനുണ്ടല്ലോ. ആണോ? പിന്നെ അല്ല, ഒരു കാര്യം ചെയ്താൽ മതി. അവിടെ ഇപ്പൊ സിൽക്കി സ്മിത ഉണ്ട്, വിജയശ്രീ ഉണ്ട്, അങ്ങനെ ഒരുപാട് പഴയ കാലത്തെ സിനിമാ നടിമാരൊക്കെ ഉണ്ട്. അവരെ ഡാൻസ് പഠിപ്പിച്ചു തന്നാ മതി, അവര് കളിച്ചോളൂ. അല്ല, അത് വേണ്ട, നന്നായിട്ട് ഡാൻസർ നിങ്ങളേതായാലും ബുദ്ധി ബാക്കോട്ടായി പോയതല്ലേ. അപ്പൊ എന്തായാലും വേണ്ട, അവരൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല ടാലന്റ് ഉള്ള ഒരു ഡാൻസർ കിട്ടും. ഉണ്ടോ? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അയ്യോ, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് വേണ്ടാന്ന്, നമുക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പറ്റില്ല. വിളിക്കാം. ആയിക്കോട്ടെ. ഉണ്ണികൃഷ്ണ, എടാ ഉണ്ണികൃഷ്ണോ, ഇവനവിടെ പോയി കിടക്കുക. അത് കാലനാണ്. കാലൻ. ഏത് കാലേ? നമ്മുടെ ഒറിജിനൽ കാലൻ. യമൻ എന്ന് പറയും. തന്നെ? അയ്യോ, പറയാൻ പാടില്ല. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിനാ ദിനേശേട്ടന്റെ വീട്ടിൽ അടി ഉണ്ടാക്കി? ഏത് ദിനേശേട്ടെ? ആ കല്യാണ വീട്ടില് ദിനേശേട്ടന്റെ വീട്ടിൽ അടി ഉണ്ടാക്കി എന്തിനാ? അയ്യോ, നിങ്ങള് കഥ അറിയാതെ ആട്ടം കാണരുത് കേട്ടോ. അയ്യോ, സംഭവം സത്യത്തിൽ എന്താണ്ട് നിങ്ങളെ പേരിന്റെ കബാലിയോ? കാലൻ. എന്താ നിങ്ങൾ കേക്കണം കേട്ടോ, സത്യം പറയുന്നുള്ളൂ. ഇവര് കഥ അറിയാതെ ആട്ടം കാണാ. അയ്യോ, ഞാൻ എന്നെ കല്യാണ വീട്ടിലേക്ക് ഒരു വിളിച്ചില്ലെങ്കിലും പോണ്ട മര്യാദ നമുക്ക് ഇല്ലേ? അതാണൊക്കെ എനിക്കില്ല. എന്ത് മര്യാദ? എന്നാലും നിങ്ങൾ വേണ്ട, എൻ്റെ ഒരു മര്യാദ ഉണ്ട്. വിളിച്ചില്ലെങ്കിൽ പോകേണ്ട മര്യാദ ഉണ്ട്. അങ്ങനെ പോയ സമയത്ത് പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയൊക്കെ ഒന്നും ഒരു മൈൻഡില്ല. പെൺകുട്ടികളാണെങ്കിൽ ഇളകി മാറി ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊക്കെ എന്തോ ഒരു മര്യാദല്ലേ. അവിടെ ചെന്നപ്പോ ഫസ്റ്റ് തന്നെ ചോറ് വിളമ്പി. ചോറ് വിളമ്പി നമ്മൾ ആദ്യം എന്താ ചെയ്യാ? നമ്മള് കൈ കഴുകും. കൈ കഴുകിയിട്ട് എന്താ ചെയ്യാ? ചോറുണ്ണു. കറിയൊന്നും വിളമ്പണ്ടല്ലോ. പിന്നെ ചോറ് വിളമ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു കുഴി കുഴിക്കും ഇല്ലേ? കറി വിളമ്പോ ഒരു കുഴി കുഴിക്കൂലേ? അങ്ങനെ എനിക്ക് വിളമ്പോ ഞാനും കുഴിച്ച് വെച്ചു. 1.5 മണിക്കൂർ കാത്തു നിന്ന് കുഴിയും കുഴിച്ചിട്ട്. എന്നിട്ട് കറി വിളമ്പില്ലാന്ന്. അവസാനം ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരുത്തൻ ഈ കുഴീന്റെ പുറത്തുണ്ട് കറി വിളമ്പിക്കുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചാടാ, എത്ര നേരടാ കുഴിയും കുഴിച്ച് കാത്തിക്കണേ? പിന്നെ ഈ കുഴി പിന്നെ എന്റെ അമ്മേനെ കുഴിച്ചിടാനാണോ ചോദിച്ചു. അവർക്ക് എന്റെ ഒരു ബക്കറ്റ് സാമ്പാറും തലേ പറഞ്ഞാൽ അങ്ങനെ വേണം. അതുമല്ല, പിന്നെ ബാക്കിലുള്ള ഒരു ബക്കറ്റ് പായസവും. എന്താ ഒരു എളുപ്പില്ലാണ്ടായി. ഞാനത് നക്കി വലന്ന് കുടിച്ചാൽ നമുക്ക് എന്തോ ഒരു കാര്യാവൂലേ? അല്ലാന്ന് എന്തേനി? നിനക്ക് പഞ്ചായത്തിന് കോഴീനെ കിട്ടീനി? എനിക്കൊരു 10 കോഴിനെ കിട്ടി. തന്നെ? അത് എത്ര മുട്ടോ? ഒരു കോഴിയോട് 10 മുട്ട ഇടും. ഒരു കോഴി 10 മുട്ടയോ? നിങ്ങളെ കോഴിക്ക് എന്താ വയറ്റും നോക്കുന്നുണ്ട്? ആടോ,
സത്യം പറഞ്ഞൂടെ നിങ്ങക്ക്? ഒരു 4 മുട്ടെങ്കിലും ഇടും. നിങ്ങളെ അഹംഭാവം കണ്ട നിങ്ങൾ ഇടണമായിരുന്നല്ലോ. ആടോ സത്യം പറഞ്ഞോളിന്നേ. 2 മുട്ട ഇടും എന്തായാലും. നിങ്ങളെ പോയിക്കോളി. എന്തൊരുന്നാള പറച്ചിലാണ്. 1 മുട്ടെങ്കിലും ഇടും. ആ 1 മുട്ട എല്ലാ കോഴി ഇടും അല്ലേ? അല്ല നിങ്ങൾക്ക് കോഴി ഉണ്ട് അവിടെ? അവിടെ കാലം കോഴി മാത്രമേ പിന്നെ? ഉള്ളൂ. ഒറ്റ കോഴിയാ. അത് ശരി, അവിടെ കാലം കോഴി മാത്രമേ ഉള്ളൂ. അതുണ്ടാവും. അല്ല എന്താണ് എനിക്ക് എന്റെ വലിയ സംഭവം ഉണ്ടായത് അറിഞ്ഞോ? എന്താ? എനിക്ക് 10 പെടക്കോഴികളാണല്ലോ. ആ നിങ്ങൾക്ക് എത്രയാണ് 10 കോഴിപ്പടയാ? എനിക്ക് 5 പെട 5 പൂവ്. എന്നാ എനിക്ക് 10 പെട. നിങ്ങളിപ്പോ ഞാൻ 10-25 പെട പിടക്കേണ്ടി വരുമോ? അല്ലാന്നൊക്കെ പറയണേ കേക്ക്. അതായത് ഞാൻ എന്റെ കോഴി ഇപ്പൊ ഒറ്റയൊന്നും കാണാനില്ല. എവിടെ പോയി? അയ്യോ ഓരോ ദിവസം ഓരോ കോഴി പോയി പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുറുക്കൻ കൊണ്ടുപോവാ. നോക്കുമ്പോ കുറുക്കനല്ല കാലേട്ടാ. പിന്നെ അയ്യോ എന്താ ഞാൻ ഇങ്ങനെ അവസാനം ഇത് ഓരോന്ന് പോകുമ്പോ ഞാൻ കള്ളനെ കണ്ടുപിടിക്കണല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ കയ്യുമ്മിൽ മൈലാഞ്ചി ഇട്ട് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നിന്ന്. മൈലാഞ്ചി ഇട്ടിക്കണ്? മൈലാഞ്ചി ഉണങ്ങും ചെയ്യും, കള്ളനെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ നിക്കണ സമയത്തുണ്ട് ഒരുത്തുണ്ട് കക്ഷത്തൊരു പൂവൻകോഴീനായിട്ട് ഇങ്ങനെ വരുന്ന എന്റെ കോഴിക്കോടിന്റെ അടുത്തേക്ക്. എന്റെ കോഴിക്കൂടാണെങ്കിൽ ആന ചവിട്ടിയാ പൊളിയാത്ത കൂടാ. ഉള്ളുന്ന കുറ്റിയിട. ആ കോഴി ഉള്ളെന്ന് കുറ്റിട്ട് ഫാൻ ഇട്ട് കിടന്നുറക്കല. ഓടാ അവിടുന്ന് നാടാര വർത്താനം പറയണേ. അങ്ങനെ നിക്കണ സമയത്തുണ്ട് ഇവൻ പൂവൻകോഴീനെ കക്ഷത്തിന് എടുത്തുങ്ങാണ്ട് എന്റെ കോഴിക്കൂട്ടിന്റെ അവിടേക്ക് ഇങ്ങനെ കളിപ്പിക്കാം. ഇന്റെതൊക്കെ പെടക്കോഴികളാണല്ലോ. ഇങ്ങനത്തെ ഒരു മാഞ്ഞാൽ കോഴികള് ലോകത്തുണ്ടാവില്ല. ഈ പൂവനെ കണ്ടേ വഴിക്ക് ഹായ് 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 എനിക്ക് അങ്ങോട്ട് നട്ടപ്രാന്ത് വിളിച്ച് ഒക്കത്തിന് അങ്ങോട്ട് തുറന്നിട്ടാളിഞ്ഞ്. എന്തായാലും കോഴിയായാലും പെണ്ണല്ലോ വർഗം. അമ്മാരി നാടാരിച്ച് കോഴികളെ ഞാൻ കണ്ടില്ല. ഞാൻ ഒക്കത്തിന് അങ്ങോട്ട് തുറന്നിട്ടാളിഞ്ഞു. അല്ല ഞാനിപ്പോ കോഴീന്റെ കുറുക്കന്റെ കഥ വെക്കാൻ വേണ്ടി വന്നല്ല. നരകൻ നഷ്ടത്തിലായിട്ടേ അവിടെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനാണ് അതിന്റെ ഇവന്റ് മാനേജർ. അപ്പൊ അവിടെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റിയ ഒരാൾ വേണം. അപ്പൊ ഇയാളാണ് പറഞ്ഞത് നിങ്ങളെ കാര്യം. അപ്പൊ അവിടെ വന്നിട്ട് നരകത്തിൽ വന്നിട്ട് 1-2 ആൾക്കാരെ ഡാൻസ് പഠിപ്പിക്കാണ്ട്. അതിന് വേണ്ടിട്ടാ. എത്ര പൈസ തന്ന അപ്പൊ വന്നിട്ട് ഇങ്ങോട്ട് വരും? അയ്യോ എനിക്ക് പറ്റൂല. അങ്ങനെ പറയല്ലേ. എനിക്ക് സമയമില്ല. എനിക്ക് ഇവിടെ സ്കൂളിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാനുണ്ട്. പിന്നെ കുറെ അക്രോമാറ്റിക്കുമായിട്ട് കുറെ പുതിയ ചട്ടങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ട്. അല്ല അങ്ങനെയല്ല. എന്നാലും ഞാനിപ്പോ ഇവിടെ വന്നു നാടകം നടക്കൂല, ഗാനമേള നടക്കൂല, ഇതൊന്നുമില്ല. ഇനിയിപ്പോ ആകെയുള്ള ഒരു പ്രതീക്ഷ ഡാൻസിലാ. അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങളെന്താ പറയണേ? അയ്യോ എനിക്ക് സമയമില്ല. അല്ല എന്നാലും വന്നിട്ട് അധിക ദിവസം വേണ്ട. വന്ന് പെട്ടെന്ന് പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്നോ. പറയണ മാതിരിയുള്ള ആളല്ല. എനിക്ക് നിന്ന് തിരിയാനുള്ള നേരല്ല. ചോറ് വെക്കണം, കറി വെക്കണം, ഡാൻസ് പഠിപ്പിക്കണം, ഇതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെന്താ കൊതു തിരിഞ്ഞാൽക്കില്ല നിന്റെ വയ്യാൽ നടക്കണേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഡാൻസ് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. അയ്യോ എനിക്കോ? അത് ശരിയാവില്ല. അയ്യോ നല്ല ആകാരം ഭംഗിയുണ്ട്. അല്ലല്ല ഞാൻ ഇത്ര ഗൗരവമൊക്കെ ഉള്ള ഒരു നാട്ടിലെ രാജാവായിട്ടുള്ള ഞാൻ ഡാൻസ് ചെയ്തതൊക്കെ. അയ്യോ ഞാൻ പറഞ്ഞു നിങ്ങൾ മീശ കണ്ട് പഠിച്ചാൽ. അയ്യോ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ പറയുന്ന കേക്ക് നിങ്ങള്. അതായത് ഞാൻ നിങ്ങളെ ഡാൻസ് പഠിപ്പിച്ചു. എന്നെയോ? പറയുന്ന കേക്ക് കാല പറഞ്ഞോളി. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് അവിടെ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പഠിപ്പിക്കണത് നിങ്ങൾ അവിടെ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ എന്നെ പഠിപ്പിച്ച് ഞാൻ അവിടെ പഠിക്കും. അയ്യോ അത് ശരിയാവോ? അയ്യോ ശരിയാ. ആദ്യം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. അല്ല നമ്മളെ ഞാനൊന്നുമില്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു രാജാവാണല്ലോ അവിടുത്തെ. ഇതൊന്നും ഒരു ഡാൻസ് പഠിച്ച രാജാക്കന്മാരൊക്കെ പിന്നെ എന്താ? അല്ല എന്നാലും അതുകൊണ്ടല്ല. എന്നാലും ശരിയാവോ? ശരിയാവോ? നിങ്ങൾ ആ സ്ലേറ്റ് എടുത്തോണ്ട് ഉറപ്പില്ല. ഞാനൊന്ന് ശ്രമിക്കാം, അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങോട്ട് നിൽക്കുന്നേ കളിച്ചോളി. ഞാൻ പറയണ അതേമാതിരി നിന്നാൽ ആദ്യം സ്റ്റേജ് വന്ദനം. അത് മറക്കരുത്. എങ്ങനെയാണത് സ്റ്റേജ് വന്ദനം എന്ന് പറഞ്ഞാല് നമസ്തേ ഇങ്ങനെ എന്നിട്ട് ഇരുന്ന പറഞ്ഞ അരമണ്ടല്ലോ കേട്ടോ. അയ്യോ അയ്യോ എന്താ അമ്മേ അത് വേണ്ട. അരമണ്ടലോ അങ്ങനെ ഇരുന്നിട്ട് തുടങ്ങി പാട്ട് വെച്ചോളി. നീ അറിഞ്ഞോടി പെണ്ണെ കാന്താരി കടല് തെളിഞ്ഞേ കടലമ്മ കനിഞ്ഞേ. നീ അറിഞ്ഞോടി പെണ്ണെ കാന്താരി കടല് തെളിഞ്ഞേ കടലമ്മ കനിഞ്ഞേ. ഓട നിറയെ വല നിറയെ ചാകരക്കൊയ്ത്തുമായറേ വന്നേ കടലമ്മ പോറ്റണ മക്കിനി എന്ന് പാട്ടും കൂത്തും പൊടിപൂരം. നീ അറിഞ്ഞൂടി പെണ്ണെ കാന്താരി കടല് തെളിഞ്ഞേ കടലമ്മ കനിഞ്ഞേ. നീ അറിഞ്ഞൂടി പെണ്ണെ കാന്താരി കടല് തെളിഞ്ഞേ കടലമ്മ കനിഞ്ഞേ. അടിപൊളി അടിപൊളി. എന്ത് രസായിട്ടാ കളിച്ചത്. നന്നായി. അയ്യോ പാമ്പുളി കത്തിച്ചായില്ലേ. അയ്യോ ചെള്ളതാ പോണമേ. അയ്യോ എന്റെ അമ്മേ ഞാൻ തളർന്നു പോയി. ഞാനും തളർന്നു കാലേട്ടാ. അയ്യോ
എനിക്കിന്ന് ലേശം വെള്ളം കൊടുക്ക് വെള്ളം എനിക്ക് വെള്ളം വേണം ചോക്ക് അടിച്ചൂടി നല്ല രസമായിട്ട് കളിച്ചിട്ട് എന്ത് ഭംഗി ആകാര ഭംഗിയാണ് നന്നായിട്ട് അയ്യോ നിങ്ങൾ ഐഡന്റി കാർഡ് വീണിക്കിന് നല്ല രസമായിട്ട് കളിച്ചിരിക്കുന്നു കിതക്കുന്നതാ പാവം കള്ളത്തരം പറയരുത്. നന്നായിണ്ട്. നല്ല രസായി. എനിക്കിപ്പോഴും വിശ്വസിക്കാനേ പറ്റില്ല ഞാൻ അങ്ങനെ കളിച്ചെന്ന് അറിഞ്ഞിട്ട്. അയ്യോ സ്വഭാവം മാറി. ആണ് ശരിക്കും നന്നായിണ്ട്. നല്ല രസായി. അയ്യോ ഞാൻ തീരെ വിചാരിച്ചില്ല കേട്ടോ എനിക്കിത് പറ്റിയ പരിപാടിയാണുള്ളത്. അയ്യോ ഒന്ന് കുമ്മി അടിച്ചൂടി ഇവനെ. ആദ്യത്തെ സ്റ്റെപ്പ് കളിച്ചപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഒരു ടെൻഷനും ഇല്ല. നല്ല സുഖമുള്ള പരിപാടിയാ. എന്ത് സിംഹമായിരുന്നു ഇന്ന ആളെ. ഇപ്പൊ കൂടി മാൻകുട്ടീന്റെ ഭാര്യയായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പഠിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ കാര്യം? ആർക്കും എന്റെ മനസ്സിലാവുകയും കൂടിയില്ല. അങ്ങനെയല്ലേ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോവുക. ചെയ്യണ്ട അവിടെ ചെന്ന് മീശ പഠിക്കട്ടോ. അയ്യോ അയ്യാ നോക്കാം. ഈ സ്വഭാവം വെച്ചിട്ട് കൊമ്പൻ മീശ വെച്ച ഒരു വൃത്തിയടാ. പിന്നെ ഇതിന്റെ പാട്ട് എനിക്ക് എവിടുന്ന കിട്ടുക? ഇതിന്റെ പാട്ട് ഞാൻ കൊണ്ടുതര പേര് വലുതാ ഈരും ഉണ്ടല്ലോ. അജി അവിടെ ചെന്നങ്ങാണ്ട് ഞാൻ CD എനിക്ക് വാട്സാപ്പിൽ അയച്ചുതരാം. മറന്നു പോവോ? ഓ പോട്ടടി. എന്നാ പിന്നെ പറഞ്ഞ മാതിരി അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങളെ ഞാൻ അടുത്ത വരവിന് കൊണ്ടുപോയിക്കോളാം കേട്ടോ. അയ്യോ പോണേന് മുന്നേ ഒറ്റ കാര്യം ഇവിടെ വന്ന് അടുത്തേക്ക്. അയ്യോ ഒരു കുൽഫി. ആ ഫേസ്ബുക്കിലിടാ ഫീലിംഗ് പരലോകം. അയ്യോ പോട്ടെ. എന്റെ അമ്മേ കാണണേ. കാണടാ. അയ്യോ എന്ത് രസാണല്ലേ. എന്ത് രസാണോ? എന്തേ കയ്യിൽ വന്ന പരിപാടി കൊണ്ട് കളഞ്ഞേടാ. അയ്യോ കയ്യിൽ വന്ന പരിപാടി പോയിന്നോ? നിങ്ങക്ക് ഇതിന്ന് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായിന്നേ? എന്ത് മനസ്സിലാവാനാ? ഒന്ന് മനസ്സിലാക്കിക്കോളി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാലനെയും ഞാൻ ചാന്തുപൊട്ടാക്കും. എന്റെ പണ്ടാറക്കാലാ. Before you, 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 before you.